പലരും എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി നീ ഒരുപാട് മാറിപ്പോയി എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, ശരിയാണ്, ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ അറിഞ്ഞു തന്നെയാണ് ഞാൻ മാറിയത്. എൻ്റെ ലൈഫിലൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല. സാക്രിഫൈസിങ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ലൈഫിൽ സെൽഫിഷ് ആവണമെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനിരുന്നാൽ അത് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യും. എൻ്റെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ. പക്ഷേ തിരിച്ച് എൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ സെൽഫിഷ്നെസ് അവർ കാണിച്ച് അവർ മാറിപ്പോവാറുണ്ട്. ഇത് അന്നൊക്കെ അറിയാമെങ്കിൽ പോലും എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നിൽ നിന്ന് ഫ്രണ്ട്സ് ആവില്ല, മാറിപ്പോവും, അങ്ങനെയൊക്കെയായിരുന്നു തോന്നലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏജൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിനെ കൂടെ പ്രയോറിറ്റി കാണണം. ഇല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ഞാൻ ചേഞ്ച് ആയി എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ചില സമയം ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഗിൽറ്റി ഫീൽ ചെയ്യാം. അയ്യോ ഞാൻ മാറിപ്പോയി എന്നാണല്ലോ പറയണത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നീ എനിക്ക് വേണ്ടി ജീവിച്ച് തുടങ്ങിയെന്നാണ് അതിനർത്ഥം. നമുക്ക് വേണ്ടി ജീവിക്കുക. അതിനർത്ഥം നമ്മൾ സെൽഫിഷ് ആവുക, നമ്മളെ കാര്യം മാത്രം നോക്കുക എന്നല്ല. നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്, നമ്മളിൽ നിന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ എപ്പോഴും സാക്രിഫൈസ് ചെയ്ത് ത്യജിച്ച് നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുമ്പോൾ അതൊരിക്കലും മറ്റുള്ളവർക്ക് അതൊരു സുഖമുള്ള ഏർപ്പാടായിരിക്കും. നമുക്കത് എത്ര നല്ലതായിരിക്കില്ല. നമ്മുടെ ലൈഫിൽ അതൊരു വലിയ ഹാപ്പിനെസ് ഒന്നും തരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെ ലൈഫിലും വേണ്ടത് എന്താ പറയുക, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ളവർ, നമ്മുടെ കൂടെപ്പുറപ്പായാലും നമ്മുടെ പാർട്ട്ണറായാലും നമ്മുടെ കുട്ടികളായാലും നമ്മുടെ ഫാമിലി ആയാലും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോവുക. നീ നിൻ്റെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യമൊക്കെ അവർ വന്ന് പരാതി കേൾക്കാം, നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നീ നമ്മളെക്കാളും പ്രയോറിറ്റി വേറൊന്നിനാണല്ലോ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടാവായിരിക്കാം. പക്ഷേ നിങ്ങളത് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് നിൽക്കുമ്പം പിന്നെ നിങ്ങളവിടെ ഒരു ബോൾഡായ വുമൺ ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എല്ലാവരുടെ മുമ്പിലും എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അതിനോടൊപ്പം അവരുടെ ലൈഫും കൂട്ടി കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു ബോൾഡ് വുമൺ ആയിരിക്കും. കാരണം ശരിക്കും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു സൂപ്പർ പവർ വുമൺ ആവും. ശരിക്കും അങ്ങനെ ആയിരിക്കും. കാരണം എൻ്റെ ലൈഫിൽ ആദ്യം ഞാൻ എൻ്റെ ലൈഫായി നോക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്നുള്ളത്. രണ്ടും കൂടെ ഞാൻ മാനേജ് ചെയ്ത് നല്ല ലെവലിൽ കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ആ ചേഞ്ച് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് അറിയുന്നുണ്ട്, എനിക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. കാരണം നമ്മൾ രണ്ടും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് വേണ്ടി ജീവിക്കാതെ മൊത്തം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മളെന്താണെന്നും കൂടെ അവരാരും കാണുന്നില്ല. നമ്മളെന്താണെന്ന് കാണുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ റെസ്പെക്ട് ചെയ്യും? നമ്മളെന്താണെന്നും കൂടെ നമ്മളവിടെ കാണിച്ചു കൊടുക്കണം കേട്ടോ. മറ്റുള്ളവരെ സ്നേഹിക്കുക, പരിപാലിക്കുക മാത്രമല്ല, നമ്മളെന്താണെന്നും കൂടെ അവിടെ കാണിക്കണം. നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ കിട്ടി തുടങ്ങും. അത് ശരിക്കും പറഞ്ഞാൽ മുന്നേ നമ്മളെ കാണാതെ പോയ ഒരു മുത്തായിരിക്കും അവിടെ ഇവിടെയൊക്കെ കിടന്നത്. പിന്നീട് നമ്മളെ കാണിക്കാനും അതോടൊപ്പം അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം, ഇതിൻ്റെ വാല്യൂ അത്രയധികം അവിടെ കൂടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും വേണ്ടി ത്യജിച്ച് ഒരു മൂലയ്ക്കിരുന്ന് അങ്ങനെ ഒരു ലൈഫ് അല്ല വേണ്ടത്. എല്ലാവർക്കും വേണ്ടി ത്യജിക്കുന്നതിൻ്റെ ഓടൊപ്പം തന്നെ നിനക്ക് വേണ്ടിയും അവർ ത്യജിക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സ്പേസും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക.